ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്ന വി.എസിനെ കാണാനായി മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് സിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനും അദ്ദേഹത്തിനൊപ്പമുണ്ട്. കുറച്ച് നാളുകളായി ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നൊരു സാഹചര്യമാണ്. ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു. രക്തസമ്മർദ്ദത്തിന്റെ വ്യതിയാനമുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും വി.എസിനെ കാണാനായി ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. സെയ്ഫ് സൈനുലാദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. വി.എസിന്റെ ആരോഗ്യനിലയിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് CM-ഉം സെക്രട്ടറിയും ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 23-ാം തീയതിയാണ്, കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് V.S. അച്യുതാനന്ദനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. ആരോഗ്യനിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. അത് ഓരോ ദിവസവും വരുന്ന പത്രക്കുറിപ്പുകളിൽ V.S.ന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. ഇതിനിടയിൽ V.S. സ്വന്തമായി ശ്വസിക്കുന്നു എന്ന തരത്തിലുള്ള ആശ്വാസജനകമായ ചില വാർത്തകൾ കൂടി പുറത്തു വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് V.S.ന്റെ ആരോഗ്യനിലയിൽ ഇത്തിരി ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ V.S.നെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നതാണ്. V.S.ന്റെ ആരോഗ്യനിലയിൽ കുറച്ച് ഗുരുതരമായ സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇവിടെ എത്തിച്ചേർന്ന് V.S.നെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും V.S. കഴിഞ്ഞ 23-ാം തീയതി, അതായത് ഒരു മാസം ആവുന്നു. ഇന്നിപ്പോൾ 21-ാം തീയതിയാണ്. അതായത് കഴിഞ്ഞ ഒരു 28 ദിവസമായിട്ട് V.S. SUT ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അത് ജീവനോട് അദ്ദേഹം പോരടിക്കുകയായിരുന്നു. ഓരോ സമയത്തും അദ്ദേഹം ആരോഗ്യനിലയിൽ ചില സമയങ്ങൾ ബ്ലഡ് വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്, BP-യിൽ ചില വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനെ മറികടന്ന് V.S. എത്തുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഡയാലിസിസ് അടക്കം നൽകിക്കൊണ്ടാണ് V.S.നെ സാധാരണ ആരോഗ്യനിലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ V.S.ന്റെ ആരോഗ്യനിലയിൽ ചില ഗുരുതരമായ സംഭവങ്ങൾ, V.S. നേരത്തെയും ഇങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഗുരുതരമായ അവസ്ഥയിൽ V.S. എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം V.S. തിരികെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് V.S. അങ്ങനെ ഒരു പോരാളി ആയതുകൊണ്ട് V.S. വീണ്ടും തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും എല്ലാം ആശുപത്രിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അവർ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. മുഖ്യമന്ത്രി V.S.ന്റെ ബന്ധുക്കളുമായിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും V.S.ന്റെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 2019-ലാണ് V.S.ന് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വരികയും ഹൃദയാഘാതം, അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായി. വയലാറിലെ സമരവുമായി ബന്ധപ്പെട്ട അതിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം തിരികെ എത്തി. അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും 2019 മുതൽ ഇതുവരെ വരെ അദ്ദേഹം വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് മകൻ V. അരുൺകുമാറിൻ്റെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് V.S.നെ അധികം പുറം ലോകത്തേക്ക് നമ്മൾ കണ്ടില്ല. അരുൺകുമാർ ഇടുന്ന ചില ഫോട്ടോകളിൽ മാത്രമാണ് V.S.നെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോഴും ആരോഗ്യനിലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മകൻ പറയുന്നുണ്ടായിരുന്നു. V.S. അതിനുശേഷം തിരിച്ചു വരും വന്നുകൊണ്ടിരിക്കുന്നു എന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഒരു ഹൃദയാഘാതം ഉണ്ടാവുകയും V.S.ന്റെ ആരോഗ്യനില വഷളാവുകയും SUT ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴും അതിഗുരുതരമായ ആരോഗ്യാവസ്ഥയിലാണ് V.S. ഉണ്ടായിരുന്നത്. അതിഗുരുതരമായ ആരോഗ്യാവസ്ഥയിൽ നിന്ന് പല ഘട്ടങ്ങളിലും, ഇപ്പോൾ നമ്മൾ പല സമയങ്ങളിലും മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം പരിശോധിക്കുമ്പോൾ V.S.ന്റെ നില ഗുരുതരമായി തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭിക്കുന്നില്ല. പക്ഷേ V.S. ഓരോ സമയത്ത് സർവൈവ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരുമിച്ച് വരുന്നു. V.S.ന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറയാൻ കഴിയുന്ന വിവരം. മറ്റെന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ചൊന്നും ആശുപത്രി അധികൃതർ മറ്റും ഒന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒരു മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് തിരികെത്തിയ ശേഷം അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതായിരിക്കാം ഒരുപക്ഷെ. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ല എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ പുറത്തേക്ക് വന്ന് ഇതുമായി ബന്ധപ്പെട്ട V.S.ന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ധന്യ.
യെസ് സൈഫ്, ഇതിപ്പം നേരിട്ട് കാണൽ ഉൾപ്പെടെയുള്ള അങ്ങനെയൊന്നും സാധിക്കില്ല. പുറത്തുനിന്ന് വി എസിനെ ഒരു നോക്ക് കാണുക എന്നുള്ളത് മാത്രമേ സാധിക്കുകയുള്ളൂ. വി എസിന്റെ ബന്ധുക്കൾ, മകൻ ഉൾപ്പെടെ എല്ലാവരും ആശുപത്രിയിൽ തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും അവരുമായിട്ട് സംസാരിക്കുകയാണോ ഇപ്പോൾ മുഖ്യമന്ത്രി? അതെ, വി എസിനെ അങ്ങനെ 2019 ഒക്ടോബർ മാസം ഏതാണ്ട് 19-ാം തീയതി 20-ാം തീയതിയാണോ, എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഒക്ടോബർ മാസം 19-ഓ 20-ഓ ആ ഡേറ്റിനുള്ളിൽ ആണ് വി എസിന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് അദ്ദേഹം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുത്ത് തിരികെ എത്തിയ ശേഷം അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം ആ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം പിന്നീട് ഇതുവരെ വി എസിനെ അധിക നേതാക്കൾ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ആരെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ പോയി കാണുന്നതിനപ്പുറത്തേക്ക് വി എസിനെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. വല്ലപ്പോഴും അരുൺകുമാർ ബർത്ത്ഡേ അങ്ങനെയുള്ള എന്തെങ്കിലും ആഘോഷ പരിപാടികൾ ഉണ്ടാകുന്ന സമയത്താണ് വി എസിനെ പൊതുസമൂഹം കണ്ടിട്ടുള്ളത്. ഏതാണ്ട് ഒരു 5-6 വർഷക്കാലമായിട്ട് വി എസിനെ പൊതുസമൂഹം ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ കയറി കാണുക, അപ്പോൾ ICUവിൽ വെന്റിലേറ്ററിലുള്ള വി എസിനെ ആശുപത്രിയിൽ കയറി കാണുക എന്നുള്ളത് പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ വന്നപ്പോൾ പോലും വി എസിനെ അകത്ത് കയറി കണ്ടിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മകനോട് സംസാരിച്ചു, ബന്ധുക്കളോട് സംസാരിച്ചു എന്നതിനപ്പുറത്തേക്ക് അകത്ത് കയറി കണ്ടിട്ടില്ല. കാരണം അവർ അവരുടെ ഒരു കെയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ പുറത്തു നിന്നുള്ള ആൾക്കാരെ അങ്ങനെ അധികം അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല. മകനെ ഒരു തവണ കാണിക്കും, രാവിലെ 8 മണിക്ക് മകനെ കാണിക്കും, അല്ലെങ്കിൽ വൈഫിനെ കാണിക്കും എന്നതിനപ്പുറത്തേക്ക് വി എസിന് മറ്റാൾക്കാരെങ്കിലും അങ്ങനെ പുറത്തുനിന്ന് കാണുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വി എസിനെ കാണുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. പക്ഷേ വി എസിൻ്റെ മക്കളോടും അല്ലെങ്കിൽ ബന്ധുക്കളോടും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്, ഡോക്ടർമാരോട് സംസാരിക്കുന്നുണ്ട്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യം SUT ആശുപത്രിയിലേക്ക് വരുന്നു. SUT ആശുപത്രിയിൽ കുറേ ദിവസം ചികിത്സ നടത്തുന്നു. ചികിത്സ നടത്തിയ ശേഷം പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം, CPMന്റെ നിർദ്ദേശപ്രകാരം, സർക്കാരിന്റെ തീരുമാനപ്രകാരം മെഡിക്കൽ കോളേജിലെ കുറച്ച് ഡോക്ടർമാരുടെ സംഘം, ഒരു 7 പേരടങ്ങുന്ന ഡോക്ടർമാരുടെ സംഘം, അത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം, 7 ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന ഡോക്ടർമാരുടെ സംഘം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്നു. സംസ്ഥാന സർക്കാർ നിയോഗിച്ചതിന് പിന്നാലെ തന്നെ അവർ എത്തി വി എസിന്റെ ആരോഗ്യനില പരിശോധിക്കുന്നു. അത് ഓരോ ദിവസവും പരിശോധിക്കുന്നുണ്ടായിരുന്നു, വിദഗ്ധ പരിശോധന തന്നെ നടത്തി. അപ്പോഴും വി എസിന്റെ ആരോഗ്യനിലയിൽ ഓരോ ദിവസവും വലിയ പുരോഗതിയില്ല എന്നുണ്ടെങ്കിലും ആരോഗ്യനിലയിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തിയത്. CPMനെ സംബന്ധിച്ച് VS അച്യുതാനന്ദൻ എന്നുള്ളത് അവരുടെ അസറ്റാണ്. സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ ഇടതുമുന്നണി ഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് അവർ അത് ചെയ്യുകയും അത് ആ ഡോക്ടർമാരെ അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ട് കൃത്യമായി തന്നെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും നൽകുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകുകയും മുഖ്യമന്ത്രി പിന്നീട് പാർട്ടി നേതൃത്വത്തിന് നൽകുകയും ചെയ്തിരുന്നു. വി എസിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയില്ല എങ്കിലും വി എസിൻ്റെ ആരോഗ്യനിലയിൽ താഴോട്ട് പോകുന്നില്ല. അദ്ദേഹം ആരോഗ്യനിലയിൽ നിന്ന് താഴോട്ട് പോകുന്നില്ല. അദ്ദേഹം സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, സ്വയം സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഡോക്ടർമാരടക്കം, വിദഗ്ധ ഡോക്ടർമാരടക്കം നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകൾ നൽകി വരികയായിരുന്നു. ഇന്നലെയും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്ന സമയത്ത് ആ മെഡിക്കൽ ബുള്ളറ്റിലുണ്ടായിരുന്നത് വി എസിൻ്റെ നിലയിൽ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിൻ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആ ബുള്ളറ്റിൻ തന്നെയാണ് പുറത്തു വരുന്നത്. ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഗുരുതരമായി തുടരുന്ന ആരോഗ്യനിലയിൽ ഇപ്പോഴും എന്തെങ്കിലും തരത്തിൽ മാറ്റമുണ്ടായി എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇപ്പോഴും ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എല്ലാം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നത്.